എല്ലാവർക്കും സ്നേഹവന്ദനം. ഓൾ റോഡ്സ് ലീഡ് ടു റോം. എല്ലാ റോഡുകളും റോമിലേക്കാണ് നയിക്കുന്നത്. പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണിത്. 1175 ഫ്രഞ്ച് കവിയും ദൈവശാസ്ത്രജ്ഞനുമായ അലൻ ഡെ ലില്ലേയാണ് ആദ്യമായി ഈ വാചകം ഉപയോഗിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിലുടനീളം എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയും വിധം റോമാക്കാർ നിർമ്മിച്ച ദീർഘദൂര റോഡ് സംവിധാനത്തെ പ്രകീർത്തിക്കുന്നതാണ് ഈ ഭാഷാപ്രയോഗം. രാജ്യ തലസ്ഥാനമായ റോമിനെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിപുലമായ റോഡുകളുടെ ശൃംഖല റോമാക്കാർക്കുണ്ടായിരുന്നു. റോമൻ സൈന്യത്തിൻ്റെ സുഗമമായ യാത്രയ്ക്കും വ്യാപാര വസ്തുക്കളുടെ നീക്കത്തിനും വേണ്ടിയായിരുന്നു റോമൻ നഗരത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾ അവർ നിർമ്മിച്ചത്. ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ റോമിലൂടെ കടത്തിവിടാൻ റോമ ഗവൺമെൻറ് തന്ത്രപരമായി ഈ റോഡുകൾ നിർമ്മിച്ചപ്പോൾ റോമൻ പ്രവിശ്യയായിരുന്ന ജെറുസലേമിൽ ജനിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ലോകമെമ്പാടും എത്തിക്കണമെന്ന ദൈവിക പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തു എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലസമ്പൂർണത എന്ന വാക്കാണ് അതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജനനം റോമൻ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുമ്പോൾ റോമൻ കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും ദൈവകരം പ്രവർത്തിച്ചിട്ടുണ്ടാകും. റോമൻ ചരിത്രത്തിലെ ആ ബൈബിൾ രഹസ്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോക ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂമിയിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവേശനം ആകസ്മികമായ ഒരു സംഭവമായിരുന്നില്ലെന്നും അതിന് കൃത്യമായ ഒരു സമയവും പദ്ധതികളും മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കും. പുരാതന കാലത്തെ ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോം എന്ന നാലാമത്തെ രാജവാഴ്ച അതിൻ്റെ ഉന്നതിയിലായിരുന്നപ്പോഴാണ് യേശു ജനിച്ചത്. അതിനു മുമ്പുള്ള 3 സാമ്രാജ്യങ്ങളിലും ഒരു സാർവത്രിക രാജവാഴ്ചയായിരുന്നെങ്കിൽ ഒരു വശത്ത് പാർത്തിയെയും മറുവശത്ത് ബ്രിട്ടനും ഉൾപ്പെടെ മുമ്പത്തേക്കാളും വിശാലമായ മുഴുവൻ ഭൂമിയുടെയും സാമ്രാജ്യം എന്ന് വിളിക്കപ്പെട്ട റോമൻ രാജവാഴ്ചയുടെ കാലത്താണ് ദൈവപുത്രനായ യേശു ജനിക്കുന്നത്. മറ്റൊരു തരത്തിൽ ദൈവപുത്രനായ യേശുവിലൂടെ തയ്യാറാക്കപ്പെട്ട രക്ഷാപദ്ധതി ഭൂമിയിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ റോമൻ കാലഘട്ടത്തിൽ ഒരുക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതിലൊന്ന് റോമൻ റോഡുകളായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിൻ്റെ കാലഘട്ടം 4-ാം നൂറ്റാണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് യേശു ജനിച്ചതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. BC 146 റോമൻ സൈന്യം ഗ്രീക്ക് നഗരമായ കൊരിന്തും കാർത്തേജും പിടിച്ചെടുത്തതോടെ റോമൻ റോഡ് ശൃംഖല മെഡിറ്ററേനിയനിലേക്ക് വ്യാപിച്ചു. വടക്കൻ പ്രവിശ്യയായ ഗൗൾ ജൂലിയസ് സീസറും പോംബി ജെറുസലേമും പിടിച്ചടക്കിയതോടെ റോമൻ റോഡുകൾ കിഴക്ക് സിറിയയിലേക്കും വ്യാപിച്ചു. റോമിൻ്റെ ആദ്യ ചക്രവർത്തി അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമിൻ്റെ കേന്ദ്രസ്ഥാനം റോഡ് ശൃംഖലയുടെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടതോടെ എല്ലാ റോഡുകളും റോമിലേക്ക് നയിക്കുന്നു എന്ന പഴഞ്ചൊല്ലിന് അർത്ഥമുണ്ടാകാൻ തുടങ്ങി. എന്നാൽ റോമാക്കാർ അവരുടെ വ്യാപാര, വാണിജ്യ, സൈനിക ഉപയോഗത്തിനായി നിർമ്മിച്ച റോഡുകൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകം മുഴുവൻ എളുപ്പത്തിൽ വ്യാപിക്കുന്നതിന് കാരണമായി എന്നതാണ് വാസ്തവം. റോമാ സാമ്രാജ്യത്തിൻ്റെ സൂപ്പർ ഹൈവേകളിൽ പലതും കടന്നുപോയിരുന്നത് നസറത്തിലെ ഗലീല പട്ടണത്തിലൂടെയായിരുന്നു. വിദേശികളായ വ്യാപാരികൾ യേശുവിൻ്റെ ജനനം, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുകയും അവരവരുടെ രാജ്യത്ത് അത് അറിയിക്കുകയും ചെയ്തു. റോമൻ റോഡുകൾ സുവിശേഷ പ്രചരണത്തിനായി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹം സാമ്രാജ്യത്തിലുടനീളം റോമൻ റോഡുകളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. അതിന് കാരണമായ മറ്റൊരു വസ്തുത പൗലോസിൻ്റെ റോമൻ പൗരത്വമായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ പലപ്പോഴും പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ടപ്പോൾ റോമൻ പൗരന്മാർക്ക് നൽകിയ അവകാശങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള ചില ക്രിസ്തു ശിഷ്യർക്ക് സാമ്രാജ്യത്തിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അനുവാദം നൽകി.
എന്നാൽ പൗലോസ് ക്രിസ്തു ശിഷ്യന്മാരെ അറിയിച്ചത് ഈ ലോകം നൽകുന്ന പരിരക്ഷകളൊന്നും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പരിരക്ഷയുടെ അടുത്തെങ്ങും വരില്ലെന്നും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നുമാണ്. റോമൻ റോഡുകളുടെ പ്രയോജനം ലഭിച്ച മറ്റൊരു കൂട്ടരാണ് ആദിമ ക്രിസ്തീയ വിശ്വാസികൾ. ചക്രവർത്തി ആരാധനയും ബഹുദൈവ ആരാധനയും നിലനിന്ന റോമിൽ പ്രകോപിതരായ നീറോയെ പോലെയുള്ള പുറജാതീയ നേതാക്കൾ വിശ്വാസികളെ പീഡിപ്പിക്കാനും കൊല്ലാനും തുടങ്ങി. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേഗത്തിലും കാര്യക്ഷമമായും രക്ഷപ്പെടാൻ സഹായിച്ചത് റോമൻ റോഡുകളായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ വാണിജ്യ സൈനിക ഉപയോഗങ്ങൾക്കു വേണ്ടി ദീർഘദൂര റോഡുകൾ റോമാക്കാർ നിർമ്മിച്ചപ്പോൾ ജെറുസലേമിൽ ജനിച്ച ദൈവപുത്രനായ യേശുവിലൂടെ മനുഷ്യവർഗത്തിന് ഒരുക്കിയ രക്ഷാപദ്ധതി ജെറുസലേമിന് അപ്പുറത്തേക്ക് എത്തിക്കണമെന്ന ദൈവിക പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. റോമൻ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് റോമൻ ഭാഷയുടെ ഉപയോഗം. ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷ പോലെ റോമാ സാമ്രാജ്യത്തിൽ പ്രബലമായ ഭാഷയായിരുന്നു ഗ്രീക്ക്. ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ച് പുരാതന ലോകത്തിൻ്റെ ഭൂരിഭാഗവും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. റോമാക്കാർ അവരുടെ സാമ്രാജ്യം വിപുലീകരിച്ചപ്പോൾ പല ഗോത്രങ്ങളിലെയും ഭാഷകളിലെയുമുള്ള ജനങ്ങളെ അടിമകളായും പടയാളികളായും സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവരും ഗ്രീക്ക് ഭാഷ പഠിക്കാൻ നിർബന്ധിതരായി. ബൈബിൾ പ്രവചനം പോലെ അലക്സാണ്ടറുടെ മരണശേഷം തൻ്റെ സാമ്രാജ്യം 4 വിഭജിക്കപ്പെട്ടു. എന്നാൽ റോമാ സാമ്രാജ്യത്തെ ഒരു ഏകീകൃത ഭരണ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിന് ഗ്രീക്ക് ഭാഷ സഹായകമായി. യഹൂദന്മാർ മാതൃഭാഷയായ അരാമിക് ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ പുറത്തുള്ളവരുമായി ഇടപഴകുന്നതിന് കൊയിനെ ഗ്രീക്ക് എന്ന സാധാരണ ഭാഷയാണ് ഉപയോഗിച്ചത്. ഈ ഭാഷയിലാണ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമടങ്ങിയ സുവിശേഷത്തിൻ്റെ ആദ്യ പ്രതികൾ എഴുതിയത്. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതോടെ ഗ്രീക്ക് കാലം മുതൽ ഉയർന്നു വന്ന അനേകം സത്യാന്വേഷികളുടെയും തത്വചിന്തകരുടെയും അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കുമാണ് ഉത്തരം കിട്ടിയത്. ഒരു പൊതുഭാഷ ഉപയോഗിച്ച് റോമാ സാമ്രാജ്യത്തെ ഒരുമിപ്പിക്കാൻ റോമാക്കാർ ശ്രമിച്ചപ്പോൾ ലോകത്തിൻ്റെ പാപം നീക്കാൻ വന്ന യേശുവിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റവും വേഗത്തിൽ യഹൂദയിലേക്കും ശമരിയയിലേക്കും ഭൂമിയുടെ അറ്റങ്ങളിലേക്കും എത്തിക്കുക എന്ന ദൈവിക പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. റോമൻ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് റോമൻ ശിക്ഷാരീതിയായ ക്രൂശുമരണം. റോമാ സാമ്രാജ്യത്തിലെ സൂപ്പർ ഹൈവേകളിൽ ഒന്നായ അപ്പിയൻ വേയുടെ ഇരുവശങ്ങളിലും ആളുകൾക്ക് കാണും വിധം ഏതാണ്ട് 6000 പേരെയെങ്കിലും ക്രൂശിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. യോനാ പ്രവാചകൻ പോകാൻ വിസമ്മതിച്ച നിനവെ ഭരിച്ചിരുന്ന അസീറിയൻ രാജാക്കന്മാരാണ് സ്തംഭങ്ങളിൽ ആളുകളെ തറച്ചു കൊല്ലുന്ന രീതി ആരംഭിച്ചത്. ഗ്രീക്കുകാരും കാർത്തേജീനിയക്കാരും അത് തുടർന്നെങ്കിലും രാജാധികാരത്തെ ധിക്കരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായി ക്രൂശുമരണത്തെ ഉപയോഗിച്ചത് റോമാക്കാരായിരുന്നു. യേശുവിനെ ക്രൂശിക്കുന്നതിന് കാരണമായി റോമാക്കാർ കണ്ട പ്രധാന കുറ്റം യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ചു എന്നതായിരുന്നു. എന്നാൽ റോമാ സാമ്രാജ്യമോ ക്രൂശുമരണമോ ലോകത്തിൽ ആരംഭിക്കുന്നതിന് മുന്നമേ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണം എങ്ങനെ ആയിരിക്കുമെന്ന് ദൈവം തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തി. ദാവീദ് രാജാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തി, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ വസ്ത്രം പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹൂദന്മാർ യേശുവിൽ കണ്ട പ്രധാന കുറ്റം അവൻ ദൈവദൂഷണം നടത്തി എന്നതാണ്. യേശുവിനെ കൊല്ലാൻ യഹൂദന്മാർ കൂടി ആലോചിച്ചു എങ്കിലും വധശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം റോമൻ പ്രവിശ്യകളുടെ അധികാരികൾക്കില്ലായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ റോമൻ ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസിന്റെ അടുക്കലെത്തിച്ചു. യേശുവിനെ പീലാത്തോസ് ന്യായവിസ്താരം നടത്തിയപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ മശിഹ വിജാതീയർക്ക് കൈമാറ്റപ്പെടും എന്ന പ്രവചനമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. റോമാ ഗവൺമെന്റിന് പകരം യഹൂദന്മാർ തന്നെയാണ് യേശുവിൻ്റെ വധശിക്ഷ നടപ്പാക്കിയിരുന്നതെങ്കിൽ
അതൊരിക്കലും ക്രൂശുമരണമായിരിക്കുകയില്ല. പകരം കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന ശിക്ഷാവിധിയായിരിക്കും അവർ സ്വീകരിക്കുക. എന്നാൽ റോമ ഗവൺമെന്റിന് മുന്നിൽ യേശുവിനെ എത്തിക്കേണ്ടി വന്നതുകൊണ്ട് മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന തിരുവെഴുത്ത് പൂർത്തിയായി. ഈ ന്യായപ്രമാണപ്രകാരം യേശുവിനെ തൂക്കുമരത്തിന് ഏൽപ്പിച്ചാൽ യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കാമെന്നാണ് യഹൂദന്മാരിൽ പലരും കരുതിയത്. എന്നാൽ ന്യായപ്രമാണം ലംഘിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിക്കണമെന്ന ദൈവിക പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ലോകചരിത്രത്തിലെ ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ എന്നീ 4 സാമ്രാജ്യങ്ങളുടെയും തകർച്ചയ്ക്കൊടുവിൽ ഒരു നാളും നശിച്ചു പോകാത്തതും എന്നേക്ക് നിലനിൽക്കുന്നതുമായ ഒരു രാജ്യത്വത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന് നീതിയും സമാധാനവും നൽകുന്നതിൽ ലോക സാമ്രാജ്യങ്ങളും ഭരണകർത്താക്കളും പരാജയപ്പെടുമ്പോൾ നീതിയോടെ വാഴുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഇടപെടൽ കാലത്തിന്റെ അന്ത്യത്തിൽ ലോക ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക ചരിത്രത്തിലേക്ക് ആ രാജാവ് പ്രവേശിച്ച അന്ന് മുതൽ ഭൂമിയിലെ രാജാക്കന്മാർ വിറയ്ക്കുകയും അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് ആ രാജ്യത്വത്തെയും ശിഷ്യന്മാരെയും ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ചരിത്രം സാക്ഷിയായ ഒരു കാര്യം, കാൽവരി ക്രൂശിൽ സ്ഥാപിക്കപ്പെട്ട സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും സാമ്രാജ്യം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച എല്ലാ സാമ്രാജ്യങ്ങളും ചരിത്രത്തിൽ തകർന്നു പോയതുമായ കാഴ്ചയാണ് ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.